2015 പുറത്തിറങ്ങിയ ഒരു ഗംഭീര ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ടുള്ള ബ്ലാക്ക് ഹാറ്റ് ആണ് നമ്മൾ ഇന്ന് കഥാലോകത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. അമേരിക്കയിലെ പവർ പ്ലാന്റും അവിടുത്തെ ട്രേഡ് സെന്ററും എല്ലാം ഹാക്ക് ചെയ്ത് വലിയ നാശനഷ്ടം വരുത്തിവെച്ച ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഹാക്കർ. അയാളെ പിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ നായകനും അവന്റെ കൂട്ടുകാരും. പക്ഷേ ഈ ഒരു കഥയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ നായകനും ഒരു ഹാക്കറാണ്. അതും വെറും ഒരു ഹാക്കറല്ല, അല്പം തരികിട പരിപാടികളുള്ള ഒരു ഒന്നൊന്നര ക്രിമിനലാണ്. അമേരിക്കൻ FBI ഈ ഒരു കേസ് സോൾവ് ചെയ്യാനായിട്ട് പ്രത്യേക പെർമിഷനൊക്കെ എടുത്ത് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നതാണ് നമ്മുടെ ഹാക്കറായിട്ടുള്ള ഈ ഒരു നായകനെ. മറു സൈഡിലുള്ള വില്ലനായിട്ടുള്ള ഹാക്കറിനെ തേടി ഇറങ്ങുന്ന നമ്മുടെ നായകനും കൂട്ടരെ നേരിടുന്നത് ചെറിയ പണികളൊന്നുമല്ല. ഈ ഒരു കഥയുടെ അവസാനം നായകൻ വില്ലനെ പിടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കഥ കണ്ടു തന്നെ അറിയാം. കഥയുടെ തുടക്കത്തിൽ ഹോങ്കോങ് നഗരത്തിലെ ഒരു പവർ പ്ലാന്റ് ആണ് കാണിക്കുന്നത്. പെട്ടെന്നായിരുന്നു ആ പവർ പ്ലാന്റ് യൂണിറ്റിലെ സിസ്റ്റവും കമ്പ്യൂട്ടറും എല്ലാം ആരോ ഒരാൾ ഹാക്ക് ചെയ്യുന്നത്. ഹാക്ക് ചെയ്ത ഉടനെ തന്നെ പവർ പ്ലാന്റ് യൂണിറ്റിലെ കൂളിംഗ് സിസ്റ്റം എല്ലാം പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവുകയാണ്. അതിന്റെ പുറകെ തന്നെ ആ ഒരു പവർ പ്ലാന്റിൽ വലിയൊരു സ്ഫോടനവും എക്സ്പ്ലോഷനും നടക്കുകയാണ്. ആ ഒരു സ്ഫോടനത്തിൽ 100ഓളം വർക്കേഴ്സാണ് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടത്. അതുമാത്രമല്ല, ആ ഒരു പവർ പ്ലാന്റിന്റെ 10 കിലോമീറ്റർ റേഡിയസിലുള്ള ജനങ്ങളെല്ലാം പോലീസുകാരും അവിടുത്തെ ആൾക്കാരും എല്ലാം ചേർന്ന് ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം നടന്നത് ആ ഒരു ഹാക്കർ ആ ഒരു പവർ പ്ലാന്റ് യൂണിറ്റ് ഹാക്ക് ചെയ്തത് മൂലമാണ്. ഇതേ സമയം അമേരിക്കയിലെ ഒരു ജയിലാണ് കാണിക്കുന്നത്. നമ്മുടെ നായകനും ഹാക്കറുമായിട്ടുള്ള നിക്കിനെ പോലീസുകാർ വെളിയിലേക്ക് കൊണ്ടുവന്ന് അവനെ ചോദ്യം ചെയ്യുകയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ഇല്ലീഗലായിട്ട് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കിട്ടി. മാത്രമല്ല, ജയിൽ ബ്ലോക്കിൽ അവൻ്റെ കൂടെയുള്ള ജയിൽ മേറ്റ്സിന് അവരുടെ അക്കൗണ്ടിൽ ഇല്ലീഗലായിട്ട് കുറേ കാശും ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ നിക്കാണെന്നാണ് പോലീസുകാർ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നിക്കിനോട് പോലീസുകാർ ചോദിച്ചെങ്കിലും അവനൊന്നും തന്നെ അതിനെപ്പറ്റി തുറന്നു പറയാൻ തയ്യാറായില്ല. അങ്ങനെ ശിക്ഷയായിട്ട് സോളിറ്ററി കൺഫൈൻമെന്റിൽ നിക്കിനെ ലോക്ക് ചെയ്യുകയാണ്. അതായത് ഇരുട്ട് നിറഞ്ഞ വെളിച്ചമൊന്നുമില്ലാത്ത ഒരു അടഞ്ഞ മുറിയാണ് ഈ ഒരു സോളിറ്ററി കൺഫൈൻമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയായിരിക്കുന്ന ഈ ഒരു സമയത്ത് നിക്ക് കൂടുതൽ സമയവും എക്സസൈസ് ചെയ്താണ് സമയം ചെലവഴിച്ചത്. ഇതേ സമയം തന്നെ ഹോങ്കോങ്ങിലെ ക്യാപ്റ്റനായിട്ടുള്ള ഡവായ് പവർ പ്ലാന്റ് തകർന്നതും അവിടുത്തെ ആ ഒരു എക്സ്പ്ലോഷനെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റു ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. പവർ പ്ലാന്റ് ഹാക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഹാക്കർ യൂസ് ചെയ്തിരിക്കുന്നത് റാറ്റ് എന്ന പേരുള്ള ഒരു സ്പെഷ്യൽ ടൂളാണ്. നമ്മുടെ പവർ പ്ലാന്റും അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും അത്രയേറെ മോശമായിരുന്നു. അതുകൊണ്ടാണ് ഹാക്കറിന് നിസ്സാരമായിട്ട് നമ്മുടെ പവർ പ്ലാന്റ് ഹാക്ക് ചെയ്യാൻ പറ്റിയത്. അതുമാത്രമല്ല, നമ്മുടെ പവർ പ്ലാന്റ് റിയാക്ടേഴ്സ് ഹാക്ക് ചെയ്ത് തകർന്ന അതേ സമയത്ത് തന്നെ അമേരിക്കയിലും അവിടുത്തെ റിയാക്ടേഴ്സിൽ വലിയ സ്ഫോടനം നടന്ന് തകർന്നിട്ടുണ്ട്. അവിടെയും ഇതേപോലെ തന്നെ ഒരു ഹാക്കിംഗ് നടന്നതായിട്ട് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്യാപ്റ്റനായിട്ടുള്ള ഡവായ് ഹാക്കായിട്ടുള്ള പവർ പ്ലാന്റിലെ ആ ഒരു സിസ്റ്റത്തിലേക്ക് അതിൻ്റെ ആക്സസ് മുഴുവൻ തനിക്ക് നൽകണമെന്ന് അയാളുടെ സീനിയർ പോലീസ് ഓഫീസേഴ്സിനോട് പറഞ്ഞു. ഇതിനു പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് അറിയാൻ അത് അത്യാവശ്യമാണ്. എന്നാൽ ഉടനെയൊന്നും ആ ഒരു പവർ പ്ലാന്റിന്റെ പരിസരത്തേക്ക് പോലും പോകാൻ പറ്റത്തില്ലെന്ന് അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് ഡവായോട് പറയുകയാണ്. കാരണം അത്രയേറെ ചൂടാണ് ആ ഒരു പവർ പ്ലാന്റിന് ചുറ്റും. ഈ ഒരു കേസ് ഏതായാലും സോൾവ് ചെയ്യാനായിട്ട് അമേരിക്കയുടെ FBI കൂട്ടുചേരാനായിട്ട് ഡവായ് അവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനോട് പെർമിഷൻ ചോദിക്കുകയാണ്. സോ അതുകൊണ്ട് ആ ഒരു പവർ പ്ലാന്റ് ഒന്ന് കൂളാകാനുള്ള കുറച്ച് ടൈമാണ് ആവശ്യമായിട്ടുള്ളത്. ഡവായ് അതുകൊണ്ട് നേരത്തെ തന്നെ FBI ഏജന്റായിട്ടുള്ള കരോളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണ്. കരോൾ ആകട്ടെ ഒരു വിധത്തിലാണ് അവളുടെ ബോസിനെ ഒന്ന് കൺവിൻസ് ചെയ്തത്. ചൈനയുമായിട്ട് ചേർന്നാൽ മാത്രമേ ഈ ഒരു കേസ് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയത്തുള്ളൂ, അതായിരിക്കും ബുദ്ധിയെന്ന് കരോൾ അവളുടെ ബോസിനോട് പറഞ്ഞു. അങ്ങനെ അധികം വൈകാതെ അമേരിക്കൻ പവർ പ്ലാന്റ് ഹാക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഹാക്കർ യൂസ് ചെയ്ത ആ ഒരു കോഡ് ഡവായ്ക്ക് കിട്ടുകയാണ്. ആ ഒരു കോഡ് പരമാവധി ഡവായ് അവന് പറ്റുന്നത് പോലെ ക്രാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും അവനതിന് സാധിച്ചില്ല. അങ്ങനെ ഈ ഒരു കോഡിനെ പറ്റി ഒന്ന് അറിയാനായിട്ടും ഇത് ക്രാക്ക് ചെയ്യാനുമായിട്ട് ഡവായ് അവൻ്റെ സിസ്റ്റർ ലീനിനെ റിക്രൂട്ട് ചെയ്യുകയാണ്. ലീൻ ആകട്ടെ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ കൂടിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് തൊട്ടടുത്ത ദിവസം ഷിക്കാഗോയിലെ മെർക്കൻറ്റൈൽ ട്രേഡ് എക്സ്ചേഞ്ച് ഹാക്കർ ഹാക്ക് ചെയ്തത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതിൻ്റെ റേറ്റുമെല്ലാം ക്രമാതീതമായിട്ട് ഹാക്കർ കൂട്ടാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം തകർന്നിടിയുകയാണ്. ഈ ഒരു കാര്യം അധികം വൈകാതെ തന്നെ FBI അറിയുകയും ഈ ഒരു കേസ് അവർ ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. കേസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ റിപ്പോർട്ടും നോക്കി പഠിച്ചപ്പോൾ ഡവായ്ക്കും അവൻ്റെ കൂട്ടർക്കും ഒരു കാര്യം മനസ്സിലായി. റാറ്റ് എന്ന ആ ഒരു ടൂൾ ഉപയോഗിച്ചാണ് ഹാക്കർ ഈ ഒരു തവണയും ഹാക്ക് ചെയ്തത്. മാത്രമല്ല, കേസിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടുകളൊന്നും അന്വേഷണത്തിന് നമുക്ക് യാതൊരു സഹായമില്ലെന്നും മറ്റ് ഏതെങ്കിലും വഴി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് തുടർന്ന് അന്വേഷണങ്ങൾ നടത്താൻ പറ്റത്തുള്ളെന്ന് ഡവായ് കരോളിനോട് പറഞ്ഞു. ഈ ഒരു കേസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മറ്റൊരു ഹാക്കറിൻ്റെ സഹായം ആവശ്യമാണ്. അതായത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന ആ ഒരു രീതി തന്നെ നമുക്കിവിടെ ഉപയോഗിക്കണം. അങ്ങനെയാണ് ഡവായ് നിക്കിൻ്റെ പേര് കരോളിന് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിക്കിൻ്റെ പേര് കേട്ടതേ കരോൾ അതിന് തടസ്സം നിൽക്കുകയായിരുന്നു.
നിക്ക് വെറും ഒരു ഹാക്കറല്ല, അവനൊരു നൊട്ടോറിയസ് ക്രിമിനൽ കൂടിയാണ്. ശരിയാണ്, അവന് നല്ല ഹാക്കിംഗ് സ്കില്ലുണ്ട്. പക്ഷേ അവൻ ബാങ്കുകൾ കൊള്ളയടിച്ചതിനാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അവനെ കൂടെ കൂട്ടുന്നത് അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വളരെയേറെ റിസ്ക് നിറഞ്ഞൊരു കാര്യമാണ്. ഒരു കാരണവശാലും ജയിലിൽ കിടക്കുന്ന നിക്കിനെ നമ്മുടെ FBI ടീമിൽ കൂടെ കൂട്ടത്തില്ലെന്ന് കരോൾ ഡവായോട് പറഞ്ഞു. അവസാനം മറ്റു വഴിയില്ലാഞ്ഞിട്ട് ഡവായ് അവന് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട്, ഒരു രഹസ്യം കരോളിനോട് പറയുകയാണ്. ഹാക്കർ യൂസ് ചെയ്ത റാറ്റ് എന്ന ആ ഒരു ടൂള് പണ്ട് കോളേജിൽ പഠിച്ച കാലത്ത് ഞാനും നിക്കും ചേർന്ന് ഒരുമിച്ചുണ്ടാക്കിയ ഒരു പ്രത്യേക ടൂളാണത്. ആ ഒരു ടൂളിൻ്റെ പകുതിയോളം കാര്യങ്ങൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. ബാക്കി പകുതി അറിയണമെങ്കിൽ അതിന് നിക്കിനെ ആവശ്യമാണ്. അവൻ്റെ കൂടെ സഹായമുണ്ടെങ്കിലേ ഈ ഒരു കേസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളെന്ന് ഡവായ് തറപ്പിച്ച് തന്നെ കരോളിനോട് പറയുകയാണ്. ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയ ആ ഒരു റാറ്റിൻ്റെ കോഡ് മോഡിഫൈ ചെയ്തിട്ടാണ് ആ ഒരു ഹാക്കർ ഈ ഒരു ഹാക്കിംഗ് എല്ലാം നടത്തിയത്. അപ്പോൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ റാറ്റ് ഉണ്ടാക്കിയ നിക്കിൻ്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ അവസാനം നിക്കിനെ കൂടെ കൂട്ടാനായിട്ട് FBI തീരുമാനിച്ചു. അങ്ങനെ FBI ഒരു മുതിർന്ന ഓഫീസർ നിക്കിനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുകയാണ്. 2 ആഴ്ചത്തേക്ക് ഈ ഒരു കേസിന്റെ സഹായത്തിനായിട്ട്, കേസിൽ FBI സഹായിക്കാനായിട്ട് നിക്കിനെ വെളിയിലേക്ക് ഇറക്കും. അങ്ങനെ അതിന്റെ ക്ലോസും അതിന്റെ എഗ്രിമെന്റും എല്ലാം നിക്കിനെ ആ ഒരു FBI ഓഫീസർ കാണിച്ചു കൊടുക്കുകയാണ്. ജയിലിലായിരിക്കുന്ന നിക്കിന് പക്ഷേ ആ ഒരു എഗ്രിമെന്റിൽ കുറച്ച് എതിർപ്പുണ്ടായിരുന്നു. വെറും 2 ആഴ്ചത്തേക്ക് മാത്രം പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ ഞാൻ ഇതിന് കൂട്ടു നിൽക്കത്തില്ല. ഇതിന് പകരമായിട്ട് മറ്റൊരു എഗ്രിമെന്റ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാം. കേസിൽ ആ ഒരു ഹാക്കറിനെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഞാൻ ജയിലിൽ കിടക്കത്തില്ല. ഈ ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങൾ എനിക്ക് ഇളവ് തരണം. മറിച്ചാണെങ്കിൽ, അതായത് ഹാക്കറിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പഴയതുപോലെ തന്നെ ഈ ഒരു ജയിലിലേക്ക് ഞാൻ തിരികെ കയറിക്കൊള്ളാം. ഇതായിരുന്നു നിക്ക് അവരുടെ മുൻപിൽ വെച്ച ഉടമ്പടി. അങ്ങനെ മറ്റു വഴിയില്ലാത്തത് കൊണ്ട് FBI അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ നിക്ക് ജയിലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. നിക്കിനെ പിക്ക് ചെയ്യാൻ വന്നതാകട്ടെ അവൻ്റെ പഴയ സുഹൃത്തും ക്ലാസ്മേറ്റുമായിരുന്ന ഡവായ് ആയിരുന്നു അവനെ പിക്ക് ചെയ്തത്. തിരികെ അങ്ങനെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിൽ വെച്ച് ഡവായ് നിക്കിന് ഹാക്കർ ഹാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ആ ഒരു സോഫ്റ്റ്വെയറും അതിൻ്റെ ആ ഒരു കോഡും കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന കരോൾ ആകട്ടെ ഇത് കണ്ട ഉടനെ തന്നെ ഡവായിനെ ഒന്ന് വാൺ ചെയ്യുകയാണ്. കാരണം അവരുടെ ആ ഒരു എഗ്രിമെന്റിൽ നിക്കിന് കമ്പ്യൂട്ടറിന്റെ ആക്സസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അതും FBI മേൽനോട്ടത്തിൽ മാത്രമാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെന്ന് കരോൾ അവർ രണ്ടുപേരോടുമായിട്ട് പറയുകയാണ്. അങ്ങനെ അധികം വൈകാതെ നിക്കും കൂട്ടരും എല്ലാവരും ഷിക്കാഗോയിൽ എത്തുകയാണ്. ആദ്യമേ തന്നെ ഹാക്ക് ചെയ്യപ്പെട്ട മെർക്കൻറ്റൈൽ ട്രേഡ് സെന്ററും അവിടുത്തെ ഡേറ്റാ സെന്ററിലും ടെർമിനൽസിലുമുള്ള ആക്സസ് നിക്കിന് അവർ കൊടുക്കുകയാണ്. നിക്ക് അങ്ങനെ ആ ഒരു ഡേറ്റാ സെന്ററിൽ കയറി പരിശോധിച്ചപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അത്യാവശ്യം നല്ല സെക്യൂരിറ്റിയും ഫയർവാളുമുള്ള സിസ്റ്റമാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇത് അയാൾ ഹാക്ക് ചെയ്യണമെങ്കിൽ അയാൾ ഉറപ്പായിട്ടും ഇൻ പേഴ്സൺ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകണം. മാത്രമല്ല ഇവിടുത്തെ സിസ്റ്റം എല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ ട്രേഡ് സെന്ററിന്റെ ബോസിന്റെ ഫിംഗർ പ്രിന്റ് ആവശ്യമാണ്. അങ്ങനെ കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് നിക്കിന് ബോസിന്റെ USB ഡ്രൈവിൽ നിന്ന് വൈറസിന്റെ കാരണമായിട്ടുള്ള ആ ഒരു കോഡും ആ ഒരു സോഫ്റ്റ്വെയറും ആ ഒരു പെൻഡ്രൈവിൽ അവൻ കണ്ടത്. എന്നാലും ഇവിടേക്ക് കയറി വന്നത് ആരായിരിക്കുമെന്ന് ബോസ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ലൊസാനോ എന്ന പേരുള്ള ഒരാളെ പറ്റി അയാൾ ഓർത്തത്. വെറും 1 മാസം മാത്രമാണ് ലൊസാനോ ഇവിടെ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ആരോടും ഒന്നും പറയാതെ പെട്ടെന്നായിരുന്നു അയാൾ അപ്രതീക്ഷിതമായത്. പിന്നീട് അയാളെ പറ്റിയുള്ള യാതൊരു വിവരവും ആർക്കും കിട്ടിയില്ല. അങ്ങനെ നിക്കും അവൻ്റെ സുഹൃത്തുക്കളും അവർക്ക് കിട്ടിയ തെളിവുകളുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു USB ഡ്രൈവിലെ ആ ഒരു കോഡ് പരിശോധിച്ചപ്പോഴാണ് അതിലെ മിക്ക ലൈൻ ഓഫ് കോഡും ഒന്നും തന്നെ ഫിനിഷ് ചെയ്തിട്ടില്ല. ഫിനിഷ് ചെയ്യാത്ത ഈ ഒരു കോഡുള്ള വൈറസ് ഉപയോഗിച്ചാണ് ആ ഒരു ഹാക്കർ ട്രേഡ് സെന്റർ ഹാക്ക് ചെയ്തത്. അതിലൂടെ തന്നെ കുറേയേറെ കാശും അയാൾ തട്ടിയെടുക്കുകയും ചെയ്തു. ഉറപ്പായിട്ടും കാശിന് അത്രയേറെ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു കോഡ് പോലും ഫിനിഷ് ചെയ്യാതെ അയാൾ ഹാക്ക് ചെയ്ത് ഈ ഒരു പണം തട്ടിയെടുത്തത്. അധികം വൈകാതെ തന്നെ ഈ ഒരു കോഡും ഫിനിഷ് ചെയ്തിട്ട് വലിയൊരു മോഷണത്തിനുള്ള പ്ലാനാണ് ആ ഒരു ഹാക്കർ ഇടുന്നതെന്ന് നിക്കിന് മനസ്സിലായി. ഇതേ സമയത്ത് തന്നെ FBI ലൊസാൻ എന്ന അയാളുടെ ആ ഒരു ഡീറ്റെയിൽസും സെക്യൂരിറ്റി ഫൂട്ടേജും എല്ലാം കണ്ടുപിടിക്കുകയാണ്. ഫൂട്ടേജിൽ നിന്ന് ലൊസാനയുടെ ഐഡന്റിറ്റി അവർക്ക് മനസ്സിലായി. വലിയൊരു ഗുണ്ടാ ഗാങ്ങിലെ ഒരു മെമ്പറാണ് ഈ ലൊസാനോ. അവൻ്റെ കഴുത്തിലെ ടാറ്റുവിൽ നിന്ന് തന്നെ FBI ആ ഒരു കാര്യം സ്ഥിരീകരിച്ചു. ഈ ഒരു കമ്പനിയിൽ കയറി പറ്റാൻ മാത്രമായിരുന്നു അവൻ മറ്റൊരു ഐഡന്റിറ്റി ഉപയോഗിച്ചത്. ലൊസാനോ ഇപ്പോൾ ഉള്ള സ്ഥലവും അവൻ്റെ ലൊക്കേഷനും ഏതാണെന്ന് FBI കണ്ടുപിടിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് വലിയൊരു അറ്റാക്കോട് കൂടെ തന്നെ അവനെ ആക്രമിച്ച് അവനെ കീഴടക്കാനായിട്ട് സാധിക്കത്തില്ലെന്ന് നിക്ക് FBI അവരുടെ ബോസിനോടും പറയുകയാണ്. ആദ്യമേ ഞാനും ഏജന്റ് ലീനും ചേർന്നിട്ട് അവനുള്ള ആ ഒരു ലൊക്കേഷനിൽ ചെല്ലാം. അവർ രണ്ടുപേരും അങ്ങനെ ലൊസാനയുള്ള അവൻ്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. നിക്കിനെ ആവട്ടെ അവൻ്റെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് ലോക്ക് ചെയ്തിട്ടാണ് FBI അവനെ പറഞ്ഞു വിടുന്നത്. ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയ ഒരു ക്രിമിനലാണ് നിക്ക്. അപ്പോൾ അവനെ നഷ്ടപ്പെടാനുള്ള യാതൊരു റിസ്ക്കും എടുക്കാനായിട്ട് FBI തയ്യാറല്ലായിരുന്നു. അവനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടാണ് ആ ഒരു ബ്രേസ്ലെറ്റ് അവൻ്റെ കയ്യിൽ കിട്ടിയത്.
അങ്ങനെ അധികം വൈകാതെ നിക്കും ലീനും പിന്നീട് മറ്റൊരു FBI ഏജന്റും കൂടെ ലൊസാനയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുകയാണ്. അപ്പാർട്ട്മെന്റിൽ കയറി ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് മരണപ്പെട്ട് കിടക്കുന്ന ലൊസാനയെയാണ്. അവന്റെ കയ്യിൽ മരിക്കാനായിട്ട് അവൻ തന്നെ കുത്തിവെച്ച ഒരു സിറിഞ്ചുമുണ്ട്. ലീൻ ഉടൻ തന്നെ ലൊസാനയുടെ സിസ്റ്റം പരിശോധിച്ചപ്പോൾ അതിലെ ഡേറ്റ എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു എൻക്രിപ്റ്റിംഗ് ഡിവൈസ് യൂസ് ചെയ്താണ് അതെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അകലെ നിന്നുള്ള മറ്റൊരു ഹാക്കറിന്റെ ഇടപെടൽ ഇതിലുണ്ടെന്ന് ലീനിന് മനസ്സിലായി. പെട്ടെന്നായിരുന്നു ലൊസാനയുടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു മിസ്റ്റീരിയസ് മെയിലിൽ നിന്ന് അവനൊരു മെസ്സേജ് വന്നത്. എവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ആ ഒരു മെയിലിലെ മെസ്സേജ്. എന്നാൽ മറുപടിയായിട്ട് നിക്കായിരുന്നു ഒരു ലൊക്കേഷൻ ടൈമും അതിൽ മെയിൽ അയച്ചത്. ഇവർ കണ്ട ഈ ഒരു കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന FBI ഏജന്റ് ഓഫീസിലേക്ക് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ വിളിച്ചു പറയുന്നതിനിടയിൽ സിഗ്നൽ കിട്ടാതെ വന്നപ്പോഴാണ് അതൊന്ന് ശരിയാക്കാനും അത് നോക്കാനുമായിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഫോണ് നിക്ക് വാങ്ങിയത്. ഈ ഒരു സമയം മുതലാക്കി നിക്കിന്റെ ആംഗിൾ ബ്രേസ്ലെറ്റ് ട്രാക്ക് ചെയ്യുന്ന ആ ഒരു ആപ്പ് എടുത്ത് അത് മോഡിഫൈ ചെയ്യുകയാണ് നിക്ക്. അതിൽ മോഡിഫിക്കേഷൻ നടത്തിയതൊന്നും ആകട്ടെ ആ ഒരു FBI ഏജന്റ് അറിയുന്നുമില്ല. അങ്ങനെ ഇതേ സമയത്ത് ട്രേഡ് എക്സ്ചേഞ്ചിലെ ആ ഒരു കമ്പനി കാണിക്കുകയാണെങ്കിൽ ഡവായും കരോളും ട്രേഡ് എക്സ്ചേഞ്ചിന്റെ ബോസിനോട് അവരുടെ ക്ലയന്റിന്റെ ഡീറ്റെയിൽസും അതിന്റെ റിപ്പോർട്ട്സിലേക്കുമുള്ള ആക്സസ് നൽകാനായിട്ട് ഡവായി ആവശ്യപ്പെട്ടു. എന്നാൽ അതെല്ലാം കോൺഫിഡൻഷ്യൽ ആണെന്നും അത് തരാൻ കഴിയത്തില്ലെന്നുമാണ് ബോസിന്റെ മറുപടി. തനിക്കത് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്റെ കമ്പനിക്കും ട്രേഡ് എക്സ്ചേഞ്ചിനും നടന്ന ഈ ഒരു നാശനഷ്ടത്തെപ്പറ്റി ഞങ്ങൾ പബ്ലിക് ആക്കുമെന്ന് കരോൾ ആ ഒരു ബോസിനെ വരട്ടി. അത് കേട്ടപ്പോഴാണ് അതിന്റെ ആക്സസ് മൊത്തമായിട്ട് അവർക്ക് അയാൾ നൽകിയത്. അങ്ങനെ ക്ലയന്റിന്റെ ആ ഒരു ഡീറ്റെയിൽസും റിപ്പോർട്ട്സും അവർ രണ്ടുപേരും പരിശോധിച്ചപ്പോൾ 3 വലിയ ലാർജ് വോളിയം ഓഫ് സെയിലുകൾ അത് ട്രേഡ് നടന്ന അതേ സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു ഹാക്കും നടന്നത്. ചുരുക്കത്തിൽ ആ ഒരു 3 ലാർജ് സെയിലുകൾ നടന്ന അതേ സമയത്ത് തന്നെയാണ് അത് അഡ്വാൻറ്റേജ് ആക്കിയിട്ട് ഹാക്കർ ഹാക്ക് ചെയ്തത്. മാത്രമല്ല ഈ ഒരു 3 ലാർജ് സെയിലുകൾ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഹോങ്കോങ്ങിലെയാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ലീനും നിക്കും അവർ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിൽ എത്തുകയാണ്. അതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. കുറേ നേരമായിട്ടും അവർ പറഞ്ഞ ലൊക്കേഷനിൽ ആ ഒരു സമയത്ത് ആരും എത്തിയിട്ടില്ല എന്ന് നിക്ക് കണ്ടപ്പോൾ നിക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് ചുറ്റുപാടുമൊന്ന് നോക്കി. അവിടെ നിറയെ CCTV ക്യാമറയായിരുന്നു. എന്തോ സംശയം തോന്നിയിട്ട് CCTV ക്യാമറയുടെ ആ ഒരു സെക്യൂരിറ്റി റൂമിലേക്ക് നിക്ക് ഓടിക്കേറി ചെല്ലുകയാണ്. റെസ്റ്റോറൻറ്റിലെ ആ ഒരു സിസ്റ്റം എല്ലാം പരിശോധിച്ചപ്പോൾ നിക്കിനൊരു കാര്യം മനസ്സിലായി. CCTV ക്യാമറകളെല്ലാം ഹാക്ക് ചെയ്ത് ആ ഒരു ഹാക്കർ ഇത്രയും നേരവും നമ്മളെ നിരീക്ഷിക്കുകയായിരുന്നു. അവിടുത്തെ ക്യാമറയെല്ലാം യൂസ് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയർ പരിശോധിച്ചപ്പോൾ ആ ഒരു ഹാക്കറിന്റെ IP അഡ്രസ്സ് നിക്കിന് കിട്ടുകയാണ്. ആ ഒരു IP അഡ്രസ്സ് ഉപയോഗിച്ച് തന്നെ നിക്ക് ആ ഒരു ഹാക്കറുമായിട്ട് മെസ്സേജ് ചെയ്യുകയാണ്. എന്നാൽ ആ ഒരു മെസ്സേജിന്റെ ഒടുവിൽ ഹാക്കർ ആകട്ടെ നിക്കിനെ കളിയാക്കിയാണ് മറുപടികൾ നൽകിയത്. അങ്ങനെ അധികം വൈകാതെ ധൃതിയിൽ തന്നെ നിക്കും ലീനും ആ ഒരു സെക്യൂരിറ്റി മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു ഒരു ഗാങ് നിറയെ ആൾക്കാർ അവർ രണ്ടുപേരെയും വലയം വെച്ചത്. ഇവരെ പിടിക്കാനായിട്ട് ആ ഒരു ഹാക്കർ ഏർപ്പെടുത്തിയ ഒരു ഗുണ്ടാ ഗാങ് ആയിരുന്നു അവർ. അവരാരാണെന്ന് ചോദിച്ചു വരുന്നതിന് മുൻപ് തന്നെ നിക്കിനെയും ലീനിനെയും ആ ഒരു ഗാങ് ആക്രമിക്കാൻ തുടങ്ങി. നിക്കാകട്ടെ പരമാവധി അവൻ്റെ ഫൈറ്റിംഗ് സ്കില്ലെല്ലാം ഉപയോഗിച്ച് ആ ഒരു ഗാങ്ങിലെ ആൾക്കാരെല്ലാം അടിച്ച് താഴെ ഇടുകയാണ്. അങ്ങനെ അവരുമായിട്ടുള്ള നല്ല ഫൈറ്റിനൊടുവിൽ നിക്കും ലീനും അവരിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ നിക്ക് ഡവായെ കോണ്ടാക്ട് ചെയ്ത് നടന്ന കാര്യങ്ങളെല്ലാം തെളിവോടെ പറയുകയാണ്. നമുക്ക് ലഭിച്ച ആ ഒരു അനോണിമസ് ഇമെയിൽ അത് ആ ഹാക്കറിൻ്റെ കെണിയായിരുന്നു. ഇപ്പോൾ നമ്മൾ അവൻ്റെ പുറകെയാണെന്ന് അവൻ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഡവായ് ആകട്ടെ അവനോട് മറ്റൊരു കാര്യം പറയുകയാണ്. മെർക്കൻറ്റൈൽ ട്രേഡ് എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 3 ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ഞാനും കരോളും ചൈനയിലേക്ക് വരികയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ആ ദിവസം വൈകിട്ട് ലീനും നിക്കും അവിടെ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ രണ്ടുപേരും അത്യാവശ്യം സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ആ ദിവസം രാത്രി തന്നെ രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടുകയാണ്. പിറ്റേ ദിവസം തന്നെ നിക്കും ഡവായും അവരുടെ ടീമും എല്ലാവരും ചൈനയിലെ ആ ഒരു പവർ പ്ലാന്റിൽ എത്തുകയാണ്. ഇപ്പോഴും ആ ഒരു പവർ പ്ലാന്റിൽ റെസ്ക്യൂവും ഇവാക്യുവേഷനും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. പവർ പ്ലാന്റിലെ ആ ഒരു ചൂട് കാരണം ഇപ്പോഴും അവർക്ക് അവിടുത്തെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ സമയത്ത് തന്നെ അവിടുത്തെ ലോക്കൽ പോലീസ് അവരെ വന്ന് കാണുകയും ചില ഡീറ്റെയിൽസ് അവരോട് പറയുകയും ചെയ്തു. അവർ അന്വേഷിക്കാൻ പറഞ്ഞ ആ ഒരു 3 ബാങ്ക് അക്കൗണ്ടുകൾ അത് അവിടെയുള്ള ലോക്കലായിട്ടുള്ള 3 ഗുണ്ടകളുടെയാണ്. ഈ ഒരു 3 ഗുണ്ടകളാട്ടെ ക്യാസർ എന്ന പേരുള്ള ഒരു ക്രിമിനലിന്റെ കീഴിലുള്ളവരാണ്. ഈ ഒരു ക്യാസറാണ് നമ്മൾ അന്വേഷിക്കുന്ന ഹാക്കറിന്റെ വലങ്കൈ എന്ന് പറയുന്നവൻ. ആ 3 ഗുണ്ടകളെ പറ്റിയും അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ഞങ്ങൾ നന്നായിട്ട് പരിശോധിച്ചിരുന്നു. കൂടുതൽ സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ നിക്കാകട്ടെ അവന്റെ രീതിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് അവർ 3 പേരും പുറത്ത് യാത്ര ചെയ്ത റൂട്ടും അവരുടെ ടൈമിങ്ങും പരിശോധിച്ചപ്പോൾ ഇവർ 3 പേരിലും കോമൺ ആയിട്ട് വരുന്ന ഒരു അഡ്രസ്സ് അവന് ലഭിച്ചത്. ഒട്ടും താമസിക്കാതെ തന്നെ നിക്കും ഡവായും ആ ഒരു ലൊക്കേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് പോലീസിന്റെ ഒരു സർവൈലൻസ് വാന് ഒരു ലെബനീസ് ട്രാഫിക്കറിനെ അവിടെ നിരീക്ഷിക്കുന്നത് നിക്ക് ശ്രദ്ധിച്ചത്.
ആ ഒരു വാനിന്റെ അകത്ത് കയറി വാനിന്റെ ഫൂട്ടേജ് ശ്രദ്ധിച്ചപ്പോഴാണ് ഗുണ്ടകളായിട്ടുള്ള ആ 3 പേരെയും ആ ഒരു സർവൈലൻസ് ക്യാമറയിൽ അവൻ കണ്ടത്. അവർ 3 പേരുമാകട്ടെ ആ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. അവർ അവിടെ വരുന്നു, അവരുടെ ഫോണിൽ ആർക്കോ അവർ ടെക്സ്റ്റ് അയച്ചിട്ട് അവിടെ നിന്ന് മടങ്ങുന്നു. ഇത് മാത്രമാണ് അവർ ചെയ്യുന്നത്. അപ്പോഴാണ് നിക്ക് അവന്റെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് ഒരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സ്ഥലമെല്ലാം പരിശോധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെടികൾക്കിടയിൽ നിന്ന് ഒരു ട്രാൻസ്മിറ്റർ ലഭിച്ചത്. ആ ഒരു ട്രാൻസ്മിറ്റർ വാനിലെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് നിക്കിന് ചില കാര്യങ്ങൾ മനസ്സിലായി. ആ 3 പേർ യഥാർത്ഥത്തിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് വന്ന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മാത്രമാണ് ചെയ്തത്. ആ ഒരു ട്രാൻസ്മിറ്ററിന്റെ അടുത്തുകൂടെ നടക്കുമ്പോൾ ഹാക്കർ അയക്കുന്ന മെസ്സേജുകൾ അവർ 3 പേർക്കും ലഭിക്കും. ഹാക്കറിന്റെ അടുത്ത് നിന്ന് ആ മെസ്സേജ് റിസീവ് ചെയ്യുക, അത് മാത്രമാണ് ഇവർ 3 പേരും ചെയ്യേണ്ട ജോലി. ആ ഒരു മെസ്സേജ് ലഭിച്ച് അത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഉടൻ തന്നെ ഡിലീറ്റ് ആക്കുക. അങ്ങനെ തെളിവുകളൊന്നും തന്നെ അവശേഷിക്കത്തില്ല. ഇതായിരുന്നു അവർ 3 പേർ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അങ്ങനെ അവിടെ നിന്നെല്ലാം സീൻ കട്ടായി കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ 3 ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന പണമെല്ലാം ആ ഒരു ഹാക്കർ പിൻവലിച്ചത്. ഹാക്കറിന് പണത്തിന്റെ ആവശ്യം വന്നതുകൊണ്ട് അയാൾ അത് ക്യാഷ് ഔട്ട് ചെയ്തു. ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞ ഡവായി ആകട്ടെ നിക്കിനോട് കാര്യങ്ങൾ പറയാനായിട്ട് അവന്റെ മുറിയിലേക്ക് ചെല്ലുകയായിരുന്നു. മുറിയിൽ ചെന്നപ്പോൾ കണ്ടത് തന്റെ സഹോദരി ലീനിന്റെ കൂടെ കിടക്കുന്ന നിക്കിനെയാണ്. അവർ പരസ്പരം റിലേഷനിലാണ് എന്ന കാര്യം അപ്പോൾ മാത്രമാണ് ഡവായി അറിഞ്ഞത്. അങ്ങനെ നിക്കിനെയും കൂട്ടി ഡവായി സംഘവും എല്ലാവരും കാസർ എന്ന ആ ഒരു ക്രിമിനലിനെ തേടി ഹെലികോപ്റ്ററിൽ അവർ പോവുകയാണ്. യാത്രക്കിടയിൽ ഡവായി നിക്കിനോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ അത് നിങ്ങളൊന്ന് റീകൺസിഡർ ചെയ്യണം. നിക്കിപ്പോൾ പരോളിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അധികം വൈകാതെ നീ തിരിച്ച് ജയിലിൽ പോകും. അതുകൊണ്ട് ഈ ഒരു റിലേഷൻ പിന്നീടും കൂടുതൽ വഷളാവത്തേയുള്ളെന്ന് ഡവായി നിക്കിനെ ഒന്ന് ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ നിക്കും ഡവായും ആ ഒരു FBI ഏജൻസും എല്ലാവരും ആ ഒരു ലൊക്കേഷനിൽ എത്തുകയാണ്. അവിടെ ചെന്നപ്പോൾ അവർ കാണുന്നതാകട്ടെ സർവൈലൻസ് ഓഫീസേഴ്സ് എല്ലാം മരണപ്പെട്ട് കിടക്കുന്നതാണ്. ആ ഒരു ലൊക്കേഷനിൽ ക്യാസറിനെയും ഗുണ്ടകളെയും അവിടുത്തെ മുറിയിലെല്ലാം തപ്പിയെങ്കിലും അവർ കണ്ടില്ല. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അധികം നേരമായില്ലെന്ന് നിക്കിനും ആ ഒരു FBI ഏജൻസിനും എല്ലാം കാര്യങ്ങൾ മനസ്സിലായി. ആ ഒരു മുറിയിലെ ഫ്ലോറിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് ഒരു സീക്രട്ട് പാസേജ് പോകുന്നത് FBI ഏജൻസ് കണ്ടുപിടിച്ചു. അങ്ങനെ FBI ഏജൻസും ആ ഒരു പോലീസുകാരും ആ ഒരു വഴി താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കാണുന്നത് അവരെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ക്യാസറും അവന്റെ ഗുണ്ടകളുമാണ്. അങ്ങനെ 2 കൂട്ടരും തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുകയാണ്. FBI ഏജൻസ് അവർക്ക് പറ്റുന്നത് പോലെ വെടിവെച്ച് ക്യാസറിന്റെ ഗുണ്ടകളെല്ലാം താഴെ വീഴ്ത്തുകയാണ്. ക്യാസർ ആകട്ടെ അവന്റെ മുൻപിൽ കണ്ട ഒരു പോലീസ് ഓഫീസറെ ബന്ദിയാക്കിയിട്ട് ആ ഒരു FBI ഏജൻസിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് അവൻ പരമാവധി ശ്രമിക്കുകയാണ്. ക്യാസറിന്റെ ഒരു കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് മുൻപിൽ വരുന്ന FBI ഏജൻസിനെല്ലാം അവൻ വെടിവെച്ചിട്ടു. അതുമാത്രമല്ല അവൻ ബന്ദിയാക്കിയ ആ ഒരു ഓഫീസറിനെ കത്തികൊണ്ട് അവൻ കുത്തിക്കൊല്ലുകയാണ്. അങ്ങനെ ക്യാസറും അവന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഗുണ്ടകളും ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെടുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവനുണ്ടായിരുന്ന ആ ഒരു ബിൽഡിംഗ് സ്ഥലവുമെല്ലാം ക്യാസർ ബോംബ് വെച്ച് തകർക്കുകയാണ്. എന്നാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് പുറത്തേക്കുള്ള എക്സിറ്റിലേക്ക് ക്യാസറും കൂട്ടരെ ഇറങ്ങി ചെന്നപ്പോൾ നിക്കും ബാക്കിയുള്ള FBI ഏജൻസും അവനെ വെടിവെച്ചിടാനായിട്ട് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ പുറത്തുള്ള FBI ഏജൻസും ക്യാസറും തമ്മിൽ വെടിവെപ്പായി. ബോംബ് വെച്ച് അകത്തെ ആ ഒരു ബിൽഡിംഗ് തകർത്തതുകൊണ്ട് അകത്തുണ്ടായിരുന്ന FBI ഏജൻസ് എല്ലാം മരണപ്പെട്ടിരുന്നു. അങ്ങനെ ബാക്കപ്പ് പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് FBI ഏജൻസിലെ കുറേ പേർ മരണപ്പെടുകയായിരുന്നു. നിക്കും കുറച്ച് FBI ഏജൻസും അവിടെ ഉണ്ടായിരുന്ന കണ്ടെയ്നറിന് പുറകിൽ ഒളിച്ചതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടുകയാണ്. ഈ ഒരു സമയം മുതലാക്കി തന്നെ ആ ഒരു ക്രിമിനൽസ് പുറത്തേക്കിറങ്ങി ഒരു ബോട്ടിലങ്ങ് കയറി രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ട ക്യാസർ ആകട്ടെ ബോട്ടിൽ നോക്കുമ്പോൾ കാണുന്നത് വെടികൊണ്ട് മരിക്കാറായി കിടക്കുന്ന അവന്റെ സുഹൃത്തിനെയാണ്. ഇതുകൂടെ ആയപ്പോൾ ക്യാസറിന് നല്ല രീതിയിൽ ദേഷ്യം വന്നു. അങ്ങനെ ആ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ ഇടയ്ക്ക് വെച്ച് ഒരു വലിയ കണ്ടെയ്നറിൽ നിന്ന് ഒരു സ്പെഷ്യൽ പാക്കേജ് ക്യാസർ റിസീവ് ചെയ്യുകയാണ്. ആ ഒരു പാക്കേജുമായിട്ട് അവൻ കരയിലേക്കാണ് അവൻ്റെ യാത്ര തുടർന്നത്. ഇതേ സമയത്ത് തന്നെയാണ് ഡവായിക്ക് മെയിൻ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നത്. ഹോങ്കോങ്ങിലെ ആ ഒരു പവർ പ്ലാന്റിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട്. അധികം പൊള്ളലൊന്നുമില്ലാതെ ഒരു സ്യൂട്ട് ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണേൽ അകത്ത് കയറാം. അങ്ങനെ ആ ഒരു സിസ്റ്റത്തിലെ ഹാർഡ് ഡ്രൈവും എല്ലാം നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓഫീസർ ഡവായോട് പറഞ്ഞു. അങ്ങനെ അധികം വൈകാതെ ഡവായി നിക്കും എല്ലാവരും ആ ഒരു പവർ പ്ലാന്റിലേക്ക് എത്തുകയാണ്. ഒരു സ്പെഷ്യൽ സ്യൂട്ടൊക്കെ ധരിച്ചാണ് ഡവായി നിക്കും അകത്തേക്ക് കയറിയത്. സ്യൂട്ടൊക്കെ ധരിച്ചാണ് അവർ അകത്ത് കയറിയതെങ്കിലും അത്യാവശ്യം നല്ല ചൂടായിരുന്നു അകത്തുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു വലിയ ചൂട് കാരണം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ബോധം കിട്ടി വീഴുകയാണ്. ഡവായി ആകട്ടെ അയാളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഈ ഒരു നേരം നിക്ക് മാത്രമായിട്ടാണ് അകത്തേക്ക് പ്രവേശിച്ച് ആ ഒരു ഹാർഡ് ഡ്രൈവ് എടുക്കാനായിട്ട് ശ്രമിച്ചത്. ഹാർഡ് ഡ്രൈവ് ഇരിക്കുന്ന ആ ഒരു സെർവർ ആണെങ്കിൽ അതൊന്ന് തല്ലി പൊളിക്കണം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു എമർജൻസി റൂമിൽ ഉണ്ടായിരുന്ന ഒരു കോടാലി എടുത്തുകൊണ്ട് വന്ന് നിക്ക് അവനെ കൊണ്ട് പറ്റുന്നത് പോലെ ആ ഒരു സെർവർ തല്ലി പൊട്ടിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിലാണ് നിക്കിന് ആ ഒരു വലിയ ഹാർഡ് ഡ്രൈവ് കിട്ടിയത്. അങ്ങനെ കിട്ടിയ ആ ഒരു ഹാർഡ് ഡ്രൈവുമായിട്ട് വെളിയിലേക്ക് പോകാൻ നേരത്താണ് ഡവായിയും ആ ഒരു ബോധം കെട്ട് വീണ ആ ഒരു ഏജന്റിനെയും നിക്ക് കണ്ടത്. അങ്ങനെ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് നിക്കും അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു ബിൽഡിങ്ങിന് വെളിയിലേക്ക് ഇറങ്ങി.
കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ചൂടായിട്ടുള്ള ആ ഒരു ഹാർഡ് ഡ്രൈവ് അവർ തണുപ്പിച്ചെടുക്കുകയാണ്. ടെമ്പറേച്ചർ ലോയായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു സിസ്റ്റത്തിലേക്ക് ആ ഒരു ഹാർഡ് ഡ്രൈവ് അവർ കണക്ട് ചെയ്തത്. കണക്ട് ചെയ്തതിന് ശേഷം ഹാക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയറും അതിൻ്റെ മാൽവെയറും നിക്ക് പരമാവധി പരിശോധിക്കുകയാണ്. എന്നാൽ ആ ഒരു ഹാർഡ് ഡ്രൈവ് മാൽവെയർ ഉപയോഗിച്ച് തന്നെ കറപ്റ്റ് ആയതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ ഒന്നും തന്നെ ആ ഒരു ഹാർഡ് ഡ്രൈവിൽ നിന്ന് അവർക്ക് ലഭിച്ചില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നിക്ക് ഒരു കാര്യം ഓർത്തെടുത്തത്. നിക്ക് ജയിലിലായപ്പോൾ ആ ഒരു ജയിലിലായതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിക്ക് ചെയ്ത ഹാക്കിങ് അത് ഗവൺമെൻറ് എങ്ങനെയോ കണ്ടുപിടിച്ചതാണ്. അത്രയും ഉറപ്പുള്ള ഒരു ഹാക്കിംഗ് അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് നിക്ക് കരോളിനോട് ചോദിച്ചു. അപ്പോഴാണ് കരോൾ അവൾക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ബ്ലാക്ക് വിഡോ എന്ന് പറയുന്ന ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടെ എത്ര കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽ ആണെങ്കിൽ പോലും, ഏത് ഹാക്കർ ഹാക്ക് ചെയ്ത സിസ്റ്റം ആണെങ്കിൽ പോലും നമുക്ക് അതിനുള്ളിൽ കയറാൻ കഴിയും. അങ്ങനെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടെ തന്നെയാണ് അന്ന് നിന്നെ കുടുക്കിയതും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആക്സസ് അത് നമുക്ക് ലഭിക്കണമെന്ന് നിക്ക് കരോളിനോട് പറഞ്ഞു. കരോൾ ആകട്ടെ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്കുള്ള പെർമിഷൻ അത് ലഭിക്കാനായിട്ട് അവളുടെ ബോസിനെ വിളിച്ച് ചോദിക്കുകയാണ്. എന്നാൽ അവളുടെ ബോസ് ആകട്ടെ പറഞ്ഞത് ഇങ്ങനൊരു കാര്യമാണ്: ചൈനയ്ക്ക് വേണ്ടിയോ ഹോങ്കോങ്ങിന് വേണ്ടിയോ നിക്കിനെ പോലുള്ള ഹാക്കറായിട്ടുള്ള ക്രിമിനലിന് വേണ്ടിയോ നമ്മുടെ ബ്ലാക്ക് വിഡോ എന്ന സോഫ്റ്റ്വെയർ അത് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഞാൻ തരത്തില്ല. ഈ ഒരു കാര്യം കേട്ടപ്പോഴേ നിക്കിനൊരു കാര്യം മനസ്സിലായി. ഏതായാലും നേരായ മാർഗത്തിലൂടെ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവരുടെ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ റിമോട്ട് ആക്സസ് നമുക്ക് ലഭിക്കും. ആ ഒരു ബ്ലാക്ക് വിഡോ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമെന്ന് നിക്ക് കരോളിനോട് പറഞ്ഞു. കരോൾ ആകട്ടെ ഇവൻ പറഞ്ഞ കാര്യത്തിനോട് കൂടെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു മുറിയിൽ നിക്കും ലീനും ഒഴികെ ബാക്കിയുണ്ടായിരുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസ് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. നിക്ക് അങ്ങനെ അവൻ്റെ ഹാക്കിംഗ് പരിപാടി തുടങ്ങുകയാണ്. ഒരു ഫേക്ക് ഇമെയിൽ കരോളിൻ്റെ ബോസിന് അയച്ചാണ് അവൻ ആദ്യമേ തുടങ്ങിയത്. കരോളിൻ്റെ ബോസ് ആകട്ടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഇമെയിലാണെന്ന് വിചാരിച്ച് ആ ഒരു ഫേക്ക് ഇമെയിൽ അയാൾ ആക്സസ് ചെയ്തു. അങ്ങനെ ഒരു വിധത്തിൽ ബ്ലാക്ക് വിഡോ എന്ന ആ ഒരു സൈറ്റും ആ ഒരു സോഫ്റ്റ്വെയറും അതിലേക്കുള്ള ആക്സസും പെർമിഷനും നിക്കിന് ഒരു വിധം കിട്ടുകയാണ്. അങ്ങനെ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ ഒരു ഹാർഡ് ഡ്രൈവും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം നിക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നിക്കും അവിടെ ഉണ്ടായിരുന്ന FBI ഏജൻസും എല്ലാവരും ഡിന്നർ കഴിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് അകലെ നിന്ന് ഇവരെ ഫോളോ ചെയ്യുന്ന, ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാളെ നമുക്ക് കാണിക്കുന്നത്. അയാളാകട്ടെ ഇവർ യാത്ര ചെയ്ത ആ ഒരു കാറിൽ എന്തോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഈ ഒരു സമയം കൊണ്ട് ഡിന്നർ കഴിച്ചിട്ട് അവരെല്ലാവരും തിരികെ വരികയാണ്. നിക്കാകട്ടെ തിരികെ അവൻ്റെ സിസ്റ്റത്തിലേക്കും ബ്ലാക്ക് വിഡോ എന്ന സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ കാണുന്നത് ഹാക്കറിനെയും അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസും എല്ലാം ആ ഒരു ഹാർഡ് ഡ്രൈവിൽ നിന്ന് റിട്രീവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഹാക്കറിൻ്റെ ആ ഒരു IP അഡ്രസ്സ് അത് നിക്ക് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഹാക്കറിൻ്റെ ലൊക്കേഷനും അവൻ്റെ രാജ്യവും ഏതാണെന്ന് അവൻ കണ്ടുപിടിക്കുകയാണ്. അത് ഇന്തോനേഷ്യയാണ്. പക്ഷേ കിട്ടിയ ആ ഒരു IP അഡ്രസ്സ് വെച്ച് ഹാക്കറിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ അവൻ്റെ സെർവർ അത് ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം ഹാക്കേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് കമ്പനിയാണ് ആ ഒരു സെർവറും അവൻ്റെ IP അഡ്രസ്സും ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ അവനും അവൻ്റെ സിസ്റ്റവും എല്ലാം ബുള്ളറ്റ് പ്രൂഫാണ്. നമ്മുടെ മുൻപിലുള്ള ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇൻ പേഴ്സൺ നമ്മളെല്ലാവരും അവിടെ ചെന്നിട്ട് അവനെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവൻ്റെ ഹാർഡ് ഡ്രൈവ് സാധനങ്ങളും ഫിസിക്കലായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അതാണ് നമ്മുടെ മുൻപിലുള്ള ഏക വഴി. അപ്പോൾ സഹായത്തിനായിട്ട് നിക്ക് കരോളിനെ നോക്കിയപ്പോൾ തനിക്കിനി സഹായിക്കാൻ കഴിയത്തില്ലെന്നായിരുന്നു കരോളിൻ്റെ മറുപടി. ബ്ലാക്ക് വിഡോ എന്ന ആ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ സുപ്പീരിയേഴ്സിൻ്റെ അടുത്ത് ഇനി എനിക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡവായ് തൻ്റെ സുപ്പീരിയേഴ്സിനോട് സംസാരിക്കാമെന്ന് ആ ഒരു ടാസ്ക് അവൻ ഏറ്റെടുക്കുകയാണ്. ഇന്തോനേഷ്യയിലേക്ക് പോകാനുള്ള വിസയും അതിനാവശ്യമായ ബാഡ്ജുമെല്ലാം ഞാൻ ഏർപ്പാടാക്കാമെന്ന് ഡവായ് നിക്കിനോട് പറഞ്ഞു. ഇതേസമയം ലീനാകട്ടെ ആ ഒരു ഹോസ്റ്റിംഗ് കമ്പനിയുടെ അതിൻ്റെ ട്രാൻസാക്ഷനും ഡീറ്റെയിൽസും പരിശോധിച്ചപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. ആ ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് സ്ഥിരമായിട്ട് കുറച്ച് എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ ആകട്ടെ സാറ്റലൈറ്റ് ടൈമും സാറ്റലൈറ്റ് മാപ്പും കൊടുക്കുന്ന ഒരു പ്രത്യേക കമ്പനിയാണ്. അങ്ങനെ കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവർ മേടിച്ച ആ ഒരു സാറ്റലൈറ്റ് ടൈം എന്ന് പറയുന്നത് മലേഷ്യയുടെ ഒരു കോസ്റ്റൽ ഏരിയയുടെ അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ഒരു റെസൊല്യൂഷൻ കൂടിയ ഒരു മാപ്പിൻ്റെ സാറ്റലൈറ്റ് ടൈം ആയിരുന്നു. അതായത് ഹാക്കർ മലേഷ്യൻ കോസ്റ്റിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഷോട്ട്സും ഇമേജസും അയാൾ നല്ല കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലേക്ക് പോകുന്ന കാര്യം പറയാനായിട്ട് ദവായ് അവൻ്റെ സീനിയർ ഓഫീസേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഹാക്കറിനെ പിടിക്കുകയാണെങ്കിൽ അവിടെ പോകേണ്ട കാര്യവും സാഹചര്യവും എല്ലാം ദവായ് ഓഫീസേഴ്സിനോട് വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ നിക്കിനെ കൂടെ കൊണ്ടുപോകാൻ കഴിയത്തില്ലെന്നായിരുന്നു ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ. നിക്ക് ഇല്ലീഗലായിട്ട് ബ്ലാക്ക് വിഡോ എന്ന സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്ത കാര്യം അമേരിക്കൻ ഗവൺമെൻറ്റും FBI-യും എങ്ങനെയൊക്കെയോ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചൈനീസ് ഗവൺമെൻറ്റിനോട് അവനെ അറസ്റ്റ് ചെയ്ത് തിരികെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഡവായ് ആകട്ടെ പരമാവധി അവൻ്റെ ഓഫീസേഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു.
നിക്കില്ലാതെ അവൻ്റെ സഹായം കൂടാതെ ആ ഒരു ഹാക്കറിനെ പിടിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ ആ ഓഫീസേഴ്സ് ആകട്ടെ അവൻ പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. എത്രയും പെട്ടെന്ന് നിക്കിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് അവരുടെ ഓർഡർ. അങ്ങനെ ഈ ഒരു കാര്യം ഡവായി ആരും അറിയാതെ നിക്കിന് മെസ്സേജ് അയക്കുകയാണ്. ഒരുമിച്ചായിരിക്കുന്ന നിക്കും ലീനും ആകട്ടെ ഈ ഒരു മെസ്സേജ് കണ്ടതേ അവരുടെ മുറിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അധികം വൈകാതെ തന്നെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുമെന്ന് നിക്ക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന കരോളിനെ എല്ലാം കണ്ണു വെട്ടിച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കരോൾ ആകട്ടെ അവളുടെ ബോസിന്റെ അടുത്ത് നിന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതിന് വഴക്ക് കേൾക്കുകയാണ്. ബ്ലാക്ക് വിഡോ എന്ന സോഫ്റ്റ്വെയറിന്റെ ആക്സസ് നിക്കിന് കിട്ടിയതിൽ കരോളിന്റെ പങ്കുണ്ടെന്നാണ് അവളുടെ ബോസ് പറയുന്നത്. ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ആക്സസ് ആകട്ടെ ചൈനീസ് ഗവൺമെന്റിന് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ എല്ലാ കാരണക്കാരൻ നിക്കാണ്. എത്രയും പെട്ടെന്ന് നിക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ടാണ് ബോസ് കരോളിനോട് പറഞ്ഞിരിക്കുന്നത്. കരോൾ അങ്ങനെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ നിക്കിനെ കാണുന്നില്ല. അങ്ങനെ നിക്കിന്റെ ലൊക്കേഷൻ FBI ഏജൻസ് അവരുടെ ആ ഒരു ആപ്പിലൂടെ നോക്കുമ്പോൾ അതൊരു തെറ്റായ ലൊക്കേഷൻ ആയിരുന്നു കാണിക്കുന്നത്. അങ്ങനെ വൈകിട്ടാണെങ്കിലും നിക്ക് മോഡിഫൈ ചെയ്ത ആ ഒരു ആപ്പ് FBI ഏജൻസ് തിരികെ റീസെറ്റ് ചെയ്ത് അവൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയാണ്. ഓടി രക്ഷപ്പെട്ട നിക്കാകട്ടെ അവൻ ചെന്നത് ഡവായുടെ അടുത്തേക്കായിരുന്നു. ഡവായ് അങ്ങനെ കാര്യങ്ങളെല്ലാം നിക്കിനോട് പറയുകയാണ്. അമേരിക്കൻ ഗവൺമെൻറ് വിചാരിച്ചിരിക്കുന്നത് ചൈനീസ് ഗവൺമെൻറ്റിന് ബ്ലാക്ക് വിഡോ എന്ന സോഫ്റ്റ്വെയർ കിട്ടാൻ കാരണക്കാരൻ അത് നീയാണെന്നാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീ രക്ഷപ്പെട്ടോ. അധികം വൈകാതെ നമുക്ക് രണ്ടുപേർക്കും ഇന്തോനേഷ്യ വെച്ച് കണ്ടുമുട്ടാമെന്ന് ഡവായ് നിക്കിനോട് പറയുകയാണ്. നിക്ക് പോവുകയാണെങ്കിൽ നിക്കിൻ്റെ കൂടെ തന്നെ ലീനും വരുന്നുണ്ടെന്ന് ലീൻ വാശി പിടിക്കുകയായിരുന്നു. എന്നാൽ ഇതുപോലൊരു അപകടാവസ്ഥയിൽ ലീനിനെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ലെന്ന് നിക്ക് അവളോട് പറഞ്ഞു. പക്ഷെ അവളാകട്ടെ വളരെയധികമായിട്ട് നിർബന്ധം പിടിക്കുകയായിരുന്നു. അവസാനം രണ്ടുപേരുടെയും അടുത്ത് നിന്ന് ദേഷ്യപ്പെട്ട ലീൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇന്തോനേഷ്യയിലേക്ക് ക്യാസറിനെയും ആ ഒരു ഹാക്കറിനെയും പിടിക്കാനായിട്ട് നിക്കും ഡവായും എയർപോർട്ടിലേക്ക് കാറിൽ യാത്ര പോവുകയാണ്. എയർപോർട്ടിലേക്ക് എത്താറായപ്പോൾ ഇവർ രണ്ടുപേർക്ക് മുൻപ് തന്നെ ലീൻ അവിടെ എത്തിയിരുന്നു. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വന്ന നിക്കാകട്ടെ ലീനിനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ജയിൽ പുള്ളിയായിട്ടുള്ള എൻ്റെ കൂടെ നിനക്ക് താമസിക്കാനും ജീവിക്കാനും ഇനി സാധിക്കത്തില്ല. നമ്മൾ ഈ ഒരു ബന്ധം ഇവിടെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് നിക്ക് ലീനിനോട് പറയുകയാണ്. അങ്ങനെ അവളെ പറഞ്ഞ് ഒരു വിധത്തിൽ മനസ്സിലാക്കുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു നിക്കിൻ്റെ പുറകിലുണ്ടായിരുന്ന അവൻ വന്ന ആ ഒരു കാറ് പൊട്ടിത്തെറിക്കുന്നത്. ആ ഒരു സ്ഫോടനത്തിൽ കാറിനകത്തുണ്ടായിരുന്ന ഡവായാകട്ടെ കൊലപ്പെടുകയാണ്. ഇത് കണ്ടു നിന്ന് ലീനാകട്ടെ വളരെയധികം സങ്കടത്തോടെ പൊട്ടിക്കരയാൻ തുടങ്ങി. നിക്ക് ഒരു വിധത്തിൽ അവളെ പിടിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. മറു സൈഡിലാകട്ടെ ഈ ഒരു കാറ് തകർത്തത് ക്യാസറും അവൻ്റെ ആൾക്കാരുമായിരുന്നു. അങ്ങനെ ക്യാസറും അവൻ്റെ ആൾക്കാരും നിക്കിന് നേരെ വെടിയുതിർക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് കരോളും FBI ഏജൻസും ആ ഒരു എയർപോർട്ടിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ FBI ഏജൻസും ക്യാസറിൻ്റെ ആൾക്കാരും തമ്മിൽ അവിടെ ഒരു വലിയ വെടിവെപ്പ് നടക്കുകയാണ്. അതിൽ കുറേയേറെ ക്യാസറിൻ്റെ ആൾക്കാരും പോലീസുകാരും മരണപ്പെടുന്നു. ഈ ഒരു സമയം മുതലാക്കി നിക്ക് ലീനിനെ കൂട്ടിക്കൊണ്ട് എയർപോർട്ടിൻ്റെ അടുത്തുള്ള സബ്വേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ക്യാസറിൻ്റെ കുറച്ച് ഗുണ്ടകളും ഇപ്പോഴും ഇവരുടെ പുറകെ തന്നെ ഇവരെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിലാണ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ട്രെയിനിലേക്ക് അവർ ചാടിക്കയറിയത്. ട്രെയിനിലായിരുന്നപ്പോൾ ലീന് നിക്കിനോട് പറഞ്ഞു, തൻ്റെ സഹോദരൻ ഡവായിയെ കൊന്നതിലുള്ള പ്രതികാരം അതെനിക്ക് വീട്ടണം. അതിന് എനിക്കും നിക്കിൻ്റെ കൂടെ വരണമെന്ന് ലീൻ വാശി പിടിച്ചു. നിക്കങ്ങനെ ലീനിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ലീൻ അവൾക്കറിയാവുന്ന കുറച്ച് ഫ്രോഡ് ഗാങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് രണ്ടുപേരുടെയും പേരിൽ ഒരു ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കുകയാണ്. മാത്രമല്ല നിക്കിൻ്റെ കാലിലുള്ള ആ ഒരു ആംഗിൾ ബ്രേസ്ലെറ്റും അതും അവരെങ്ങനെയൊക്കെയോ റിമൂവ് ചെയ്ത് കളഞ്ഞു. അടുത്തതായിട്ട് നമ്മളിനി പോകാൻ പോകുന്നത് ഇന്തോനേഷ്യയിലേക്കല്ല. ആ ഒരു ഹാക്കർ സാറ്റലൈറ്റ് ഇമേജസ് എടുത്തിട്ടുള്ള ആ ഒരു മലേഷ്യയിലെ തീരത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മലേഷ്യയിൽ വെച്ച് ആ ഒരു ഹാക്കർ കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയാനായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നു. നിക്ക് അങ്ങനെ ലീനിൻ്റെ സഹായത്തോടെ ഒരു പ്രൈവറ്റ് ജെറ്റ് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രൈവറ്റ് ജെറ്റിൽ രണ്ടുപേരും മലേഷ്യയിലേക്ക് യാത്ര പോവുകയാണ്. ഈ ഒരു സമയത്ത് ആംഗിൾ മോണിറ്റർ നോക്കി നിക്കിൻ്റെ ലൊക്കേഷനും തപ്പി FBI ഏജൻസും പോലീസുകാരുമെല്ലാം വഴി തെറ്റിയിരിക്കുകയാണ്. അങ്ങനെ മലേഷ്യയിൽ കാണിച്ച ആ ഒരു സാറ്റലൈറ്റ് കോർഡിനേറ്റ്സിൻ്റെ ലൊക്കേഷനിൽ രണ്ടുപേരും എത്തുകയാണ്. അവർ ചെന്ന് നോക്കുമ്പോൾ ആ ഒരു ലൊക്കേഷനുള്ള സ്ഥലം എന്ന് പറയുന്നത് വെറും ഒരു വിജന പ്രദേശമായിരുന്നു. എന്നാൽ കുറച്ചുകൂടി അകലേക്ക് അവർ മാറി നോക്കിയപ്പോഴാണ് അവർ ഒരു കാര്യം കണ്ടത്. ഒരു പാറയുടെ മുകളിൽ കുറച്ച് സ്റ്റെപ്പുകൾ. അങ്ങനെ അവർ ആ സ്റ്റെപ്പ് കയറി നടന്നു ചെന്നപ്പോൾ കണ്ടത് ഒരു ബങ്കറിലേക്ക് അല്ലെങ്കിൽ ഒരു സീക്രട്ട് റൂമിലേക്കുള്ള ഒരു പാസേജ് ആയിരുന്നു. അത് തുറന്ന് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി നോക്കിയപ്പോൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഡാം റൺ ചെയ്യുന്ന കുറേ മെഷീനും കുറേ സിസ്റ്റവും അതിൻ്റെ കോഡുകളുമാണ്. എന്തിനായിരിക്കും ഹാക്കർ ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തതെന്ന് നിക്ക് ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം അവന് മനസ്സിലായത്. ഹാക്കറിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡാമാണ്. ഈ ഒരു ഡാം തകർക്കുന്നത് വഴി അകലെയുള്ള കുറേ മൈനുകൾ തകരും. ആ ഒരു മൈൻ തകരുന്നതിലൂടെ ഹാക്കറിന് സാമ്പത്തികമായിട്ട് കുറേയേറെ ലാഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ ഒരു ഡാം എന്ന് പറയുന്നത് അമേരിക്കയിലെ പവർ പ്ലാന്റിൻ്റെ അതേ സെയിം മോഡൽ തന്നെയാണ്.
ഹാക്കറിന് അവൻ്റെ ആ ഒരു കോഡ് കൂടുതൽ നന്നാക്കാനായിട്ടായിരുന്നു അമേരിക്കയിലെയും ചൈനയിലെയും ആ ഒരു പവർ പ്ലാന്റുകൾ തകർത്തതും ട്രയലിനായിട്ട് കുറേയേറെ നാശനഷ്ടങ്ങൾ വരുത്തിയതും. അടുത്തതായിട്ട് നിക്കും ലീനും അവിടെ നിന്ന് പോകുന്നത് ഇന്തോനേഷ്യയിലേക്കാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ അവർക്ക് ആവശ്യമായ കുറേ ടെക്നിക്കൽ ടൂൾസും കമ്പ്യൂട്ടറും ഒക്കെ അവർ വാങ്ങുകയാണ്. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റവും ഒരു റൂമും അവർ അവിടെ സെറ്റ് ചെയ്തെടുത്തു. അടുത്തതായിട്ട് നിക്ക് ഒരു കാർ എടുത്തുകൊണ്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വാൻ തള്ളി താഴേക്കിടുകയാണ്. ആ ഒരു വാൻ നേരെ ചെന്ന് വീണതാകട്ടെ നേരത്തെ ആ ഒരു ഹാക്കറിനെ സഹായിച്ച ആ ഒരു ഹോസ്റ്റിംഗ് കമ്പനിയുടെ മുകളിലേക്കായിരുന്നു. അങ്ങനെ നാശനഷ്ടങ്ങൾ വന്ന ആ ഒരു സ്ഥലത്തേക്ക് പോലീസും കുറേ എമർജൻസി സർവീസും അങ്ങനെ കുറേ ആളുകളും അവിടെ വന്നുകൂടുകയാണ്. അവരെല്ലാം ഡിസ്ട്രാക്റ്റ് ആയ ഈ ഒരു സമയം നോക്കി നിക്ക് ആ ഒരു ഹോസ്റ്റിംഗ് കമ്പനിക്കകത്തേക്ക് കയറി അവിടുത്തെ സെർവർ റൂമിലേക്ക് അവൻ്റെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് അവൻ ആവശ്യമായ കോഡും ഫയലും അവൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. ശേഷം അവൻ തിരികെ ലീനിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് ആ ഒരു കോഡും ആ ഒരു ഫയലും അവൻ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. റാറ്റ് എന്ന അവനുണ്ടാക്കിയ ആ ഒരു സോഫ്റ്റ്വെയറും ആ ഒരു കോഡും അതിൻ്റെ 3rd വേർഷൻ ഉപയോഗിച്ചാണ് ഹാക്കർ ഈ ഒരു കൊള്ളകളെല്ലാം നടത്തിയത്. അതുമാത്രമല്ല ഹാക്കറിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് കണ്ട ആ ഒരു ഡാം തന്നെയാണെന്ന് നിക്ക് ഉറപ്പുവരുത്തി. അതിൻ്റെ എല്ലാം കൂടെ ഹാക്കറിൻ്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു അക്കൗണ്ടും അതിൻ്റെ ഇൻഫോർമേഷനും നിക്കിന് കിട്ടുകയാണ്. ഇതിനുശേഷം ഹാക്കറിൻ്റെ അക്കൗണ്ടുള്ള ആ ഒരു ബാങ്കിലേക്ക് ലീൻ ചെല്ലുകയാണ്. അവിടുത്തെ മാനേജറുമായിട്ട് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞാണ് അവൾ അകത്തേക്ക് കയറിയത്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് അവളുടെ കയ്യിലുള്ള കോഫി അവളുടെ കയ്യിലുള്ള കുറച്ച് ഡോക്യുമെൻസിലേക്ക് അവൾ വീഴ്ത്തുകയാണ്. അബദ്ധത്തിൽ പറ്റിയെന്ന രീതിയിലാണ് അവൾ അതൊക്കെ ചെയ്തത്. ഡോക്യുമെൻറ്റ്സ് എല്ലാം പോയതുകൊണ്ട് പുതിയ ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്ത് തരാമോ എന്ന് പറഞ്ഞ് ലീൻ അവളുടെ കയ്യിലുള്ള പെൻഡ്രൈവ് അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കുകയാണ്. അയാൾ ആ പെൻഡ്രൈവ് അവരുടെ സിസ്റ്റത്തിൽ കുത്തി ഉടനെ തന്നെ നിക്കിന് റിമോട്ടായിട്ട് ആ ഒരു ബാങ്കിൽ കയറാനും അവിടുത്തെ ആക്സസ് കിട്ടുകയും ചെയ്യുകയാണ്. ഉടൻ തന്നെ ഹാക്കറിൻ്റെ അക്കൗണ്ടിലുള്ള കാശെല്ലാം തന്നെ നിക്ക് ഹാക്ക് ചെയ്ത് അവൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നിക്ക് അവൻ്റെ ഫോൺ നമ്പറോട് കൂടിയ ഒരു മെസ്സേജ് ഹാക്കറിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് നിക്കിനൊരു കോൾ വരികയാണ്. അത് ക്യാസറായിരുന്നു. എന്നാൽ നിന്നോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത്, നിൻ്റെ ബോസ് ആയിട്ടുള്ള ആ ഒരു ഹാക്കറിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞ് നിക്ക് ഫോൺ കട്ട് ചെയ്തു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് ആ ഒരു നമ്പറിലേക്ക് നിക്കിനെ സിഡാക്ക് എന്ന് പറയുന്ന മറ്റൊരാളാണ് വിളിക്കുന്നത്. അതെ, കഥയിലെ വില്ലനും ആ ഒരു ഹാക്കറും സിഡാക്കാണ്. എന്നാൽ സിഡാക്കിൻ്റെ മുൻപിൽ നിക്ക് ഒരു ഡിമാൻഡ് മാത്രമാണ് വെച്ചത്. അവരുടെ ടീമിൽ തന്നെയും ഉൾപ്പെടുത്തണമെന്നും മുൻപോട്ടുള്ള ഹാക്കിങ്ങിൽ താനും കൂടെ ചേരാമെന്നും നിക്ക് അവരോട് പറയുകയാണ്. അവസാനം സിഡാക്ക് നിക്ക് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുകയും അവനെ കൂടെ കൂട്ടുകയും ചെയ്യുകയാണ്. അതിനുശേഷം നിക്കിനോട് ഒരു സ്ഥലത്തേക്ക് വന്ന് മീറ്റ് ചെയ്യാനും അവർ ഡിമാൻഡ് ചെയ്തു. എന്നാൽ ഇതെല്ലാം നിക്കിൻ്റെ ഒരു പ്ലാൻ മാത്രമായിരുന്നു. മുൻപോട്ടേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് നിക്കിനും ലീനിനും അറിയാം. അതുകൊണ്ട് നിക്കിൻ്റെ സേഫ്റ്റിക്കായിട്ട് ലീൻ സ്റ്റോറിൽ നിന്ന് കുറേയേറെ കാര്യങ്ങളും സാധനങ്ങളും വാങ്ങുകയാണ്. അതൊക്കെ നിക്ക് ഒരു പ്രൊട്ടക്ഷനാക്കി വെക്കുകയും അതിൻ്റെ കൂടെ തന്നെ സെൽഫ് ഡിഫെൻസിനായിട്ട് കുറച്ച് ടൂൾസും അവൻ കയ്യിൽ കരുതി. അങ്ങനെ നിക്ക് പറഞ്ഞ ലൊക്കേഷനിലേക്ക് സിഡാക്ക് ക്യാസറിനെയും അവൻ്റെ ആൾക്കാരെയും കൂട്ടി വരികയാണ്. എന്നാൽ നിക്ക് സിഡാക്കിനോട് പറഞ്ഞത് ക്യാസറിനെ മാത്രം കൂടെ കൂട്ടാനായിരുന്നു. പക്ഷെ അവനാകട്ടെ അവൻ്റെ ആൾക്കാരെ മൊത്തം കൂടെ കൂട്ടിയിട്ടുണ്ട്. അവിടെയുള്ള ആ ഒരു ബിൽഡിംഗ് നിറയെ അവൻ്റെ ആൾക്കാരാണ്. ഇത് കുറച്ച് അകലെ നിന്ന് ലീൻ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ അവൾ നിക്കിനെ ഫോൺ ചെയ്ത് അവനെ വാൺ ചെയ്തു. നിക്കി ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഉടൻ തന്നെ അവൻ സിഡാക്കിനെ വിളിച്ചു പറയുകയാണ്, നിങ്ങളിപ്പോഴുള്ള ആ ഒരു ലൊക്കേഷൻ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വരിക. ഈ തവണ കൂടെ ക്യാസർ മാത്രമേ കാണാൻ പാടുള്ളൂ, മറ്റൊരാൾ പോലും ഉണ്ടാകാൻ പാടില്ലെന്ന് നിക്ക് വാൺ ചെയ്തു. അങ്ങനെ അടുത്തതായിട്ട് അവർ ചെന്നത് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു ലോക്കൽ ട്രൈബിൻ്റെ ഇടയിലേക്കാണ്. അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു ഫെസ്റ്റിവലിനിടയിലേക്ക് സിഡാക്ക് ക്യാസറിനെയും അവൻ്റെ ആൾക്കാരെയും ഈ തവണ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ്റെ ആൾക്കാരാകട്ടെ ആ ഒരു ട്രൈബിൻ്റെ ഇടയിൽ ആരും കാണാതെ അവിടുത്തെ ഒരാളെ പോലെ തന്നെ അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. ക്രൗഡിൻ്റെ ഇടയിൽ ഒരാളെ പോലെ നീങ്ങുന്ന ക്യാസറിൻ്റെ പുറകെ തന്നെ നിക്കുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ക്യാസർ അവൻ്റെ തോക്കും പിടിച്ച് നിക്കിന് നേരെ തിരിഞ്ഞു. എന്നാൽ നിക്ക് അവൻ്റെ അടുത്തേക്ക് തന്നെ നീങ്ങി കയ്യിലുണ്ടായിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ക്യാസറിൻ്റെ കഴുത്തിന് കുത്തി ക്യാസറിനെ അവിടെ വെച്ച് തന്നെ തീർക്കുകയാണ്. അങ്ങനെ ക്യാസറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്കും കൈക്കലാക്കി നിക്ക് അടുത്തതായിട്ട് ചെല്ലുന്നത് സിഡാക്കിൻ്റെ അടുത്തേക്കാണ്. ആ ഒരു തിരക്കിനിടയിൽ സിഡാക്കിൻ്റെ അടുത്തേക്ക് നിക്ക് അവനറിയാതെ ചെല്ലുകയാണ്. എന്നാൽ സിഡാക്കാകട്ടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയുമായിട്ട് നിക്കിന് നേരെ തിരിഞ്ഞ് അവനെ ആക്രമിക്കാൻ വന്നു. അവിടെ ജനക്കൂട്ടത്തിനിടയിലുണ്ടായിരുന്ന ക്യാസറിൻ്റെയും സിഡാക്കിൻ്റെയും ആൾക്കാർ നിക്കിന് നേരെ വെടിയുതിർക്കുകയും നിക്കിന് 2-3 ബുള്ളറ്റ് കൊള്ളുകയും ചെയ്തു. എന്നാൽ നിക്കാകട്ടെ ഒരു വിധത്തിൽ അവൻ്റെ തോക്ക് ഉപയോഗിച്ച് സിഡാക്കിൻ്റെ ആൾക്കാർ കുറേ പേരെ അവൻ വെടിവെച്ച് തീർത്തു. ഇനി അവസാനമായിട്ട് സിഡാക്കിനെ മാത്രമേ നിക്കിന് കൊല്ലാനുള്ളൂ. അങ്ങനെ ഇരുവർക്കിടയിലും അവിടെ ഒരു നല്ല ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ഫൈറ്റിനൊടുവിൽ നിക്ക് സിഡാക്കിൻ്റെ കൈ പിടിച്ച് തിരിച്ചൊടിക്കുകയും അവൻ്റെ കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് സിഡാക്കിനെ പല തവണ കുത്തി അവനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ്. അങ്ങനെ കഥയിലെ മെയിൻ വില്ലനും ഇവിടെ വെച്ച് തീർന്നു.
വെടികൊണ്ട നിക്കിന് സാരമായിട്ട് പരിക്കേറ്റെങ്കിലും അവൻ്റെ ദേഹത്ത് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യമായിട്ട് അവനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറച്ച് അകലെ ഉണ്ടായിരുന്ന ലീന് നിക്കിൻ്റെ അടുത്തേക്ക് വന്ന് അവനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. നിക്കിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു മുറിവുകളെല്ലാം ലീൻ തന്നെ വെച്ച് കിട്ടുകയും അവിടെ ഉണ്ടായിരുന്ന കാറിൽ രണ്ടുപേരും അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ കഥയുടെ അവസാനം ലീനും നിക്കും റീയുണൈറ്റ് ചെയ്യുകയും ഇന്തോനേഷ്യയിൽ നിന്ന് സിഡാക്കിൻ്റെ കാശ് മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് അവിടുന്ന് രണ്ടുപേരും കടന്നു കളഞ്ഞ് പുതിയ ജീവിതം ആരംഭിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.